ശബരിമല അയ്യപ്പ സംഗമം. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ച പലതും കുഴപ്പമുള്ള പ്രയോറിറ്റി രൂപത്തിലാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ വിദേശത്തേക്ക് മലയാളി പോകുന്ന പ്രവേശന ഉത്സവം നടത്തുന്നു. നമ്മുടെ കഴിവുള്ള പ്രതിഭകൾ, യുവാക്കൾ മുഴുവൻ ഇവിടുന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. UDF ഭരണത്തിൽ വരികയാണെങ്കിൽ മാറ്റം വരുത്തുന്ന ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നടപ്പിലാക്കണം? ഒന്ന്, തീർച്ചയായും കൃത്യമായിട്ടൊരു ഫണ്ട് മാനേജ്മെൻറ്റ്, ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട്. അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കുക. വലിയ പലിശക്ക് കടമെടുക്കുക. ഈ കടമെടുത്ത കാശ് പലപ്പോഴും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കാതെ ഈ നിത്യദാന ചെലവുകൾക്ക് വേണ്ടി വിനിയോഗിക്കുക. വലിയ കാശ് നമ്മൾ ചിലവഴിക്കുക. ആ ചിലവഴിക്കുന്നത് നമ്മൾ കടമെടുത്തുകൊണ്ട് ചിലവഴിക്കുക. ആ കടമെടുക്കുന്ന കാശ് നമ്മുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി, പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി കഴിയണം. നമ്മളിപ്പോൾ ഒരാളത്തിന് കടം വാങ്ങി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും? നേരെ മറിച്ച് നമ്മളൊരു കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം നമുക്ക് കൂടി വരുമാനം ലഭിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ മുതൽ മുടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കടം നമുക്ക് തിരിച്ചടക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടം വാങ്ങിക്കുക, ഇവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ കടം വാങ്ങുക, കടം വാങ്ങിയിട്ട് ദൈനംദിന ചെലവുകൾ നടത്തി കൊണ്ടുപോവുക, അതിൽ ധൂർത്ത് നടത്തുക, വലിയ ധൂർത്ത്. ഇപ്പോൾ തന്നെ നമുക്കല്ലോ ശബരിമല അയ്യപ്പ സംഗമം എത്ര കോടി രൂപയാണ് ധൂർത്ത് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ കണക്കുകൾ ഓഡിറ്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓരോ തലങ്ങളിലും. അതേസമയം തന്നെ ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പലതും കാശ് കൊടുക്കാനില്ല. SC/ST വിഭാഗത്തിൻ്റെ ഗ്രാൻറ്റ് കൊടുക്കാനില്ല. ഈ പറഞ്ഞ ആശമാരുടെ ഇവരെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ കൊടുക്കാനില്ല. പെൻഷൻ, അങ്ങനെയുള്ള കുറേ അത്യന്താപേക്ഷിതമായ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചത് ഏറ്റവും കുഴപ്പത്തിലാണ്. ഏതിനൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി, മുൻഗണന ഏതിനൊക്കെ കൊടുക്കണം, അതിൽ നമുക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ച പലതും കുഴപ്പമുള്ള പ്രയോറിറ്റി രൂപത്തിലാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന്, ധനകാര്യ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. 2, അതേപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ യുവാക്കൾ മുഴുവൻ അരക്ഷിതരായിരിക്കുക. അവർ എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു സാന്റാ മോണിക്ക എന്ന് പറയുന്ന ഒരു ട്രാവൽസ് തന്നെ നിങ്ങൾക്കറിയാലോ, ഒരു വർഷം 30,000 പേരെയൊക്കെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പത്രത്തിൽ തന്നെ വിദേശ പ്രവേശനോത്സവം. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പ്രവേശനോത്സവം നടക്കാറുണ്ട്. അതുപോലെ വിദേശത്തേക്ക് മലയാളി പോകുന്ന പ്രവേശനോത്സവം നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കഴിവുള്ള പ്രതിഭകൾ, യുവാക്കൾ മുഴുവൻ ഇവിടുന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.